ഹേ ഓൾ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും, ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അതുപോലെ JEE, അതുപോലെ തന്നെ IIT എൻട്രൻസുകളും അതുപോലെ കീം അങ്ങനത്തെ എക്സാംസൊക്കെ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ എക്സാംസൊക്കെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ചെറിയ ക്ലാസ് മുതലേ ഇങ്ങനെ പഠിക്കാനും കോമ്പറ്റേറ്റീവ് മൈൻഡിലും വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രില്യൻ പാല സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മിസ്സ് സംസാരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടായിരിക്കും. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലേക്ക് ഫൗണ്ടേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബ്രോഷർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നാണ് ഓഫ്ലൈൻ എക്സാംസ് സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം എന്നാണ് നടക്കുന്നതെന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് കൺഫ്യൂഷൻ ഉള്ളവർക്ക് മിസ് ഒന്നും കൂടിയും പറഞ്ഞുതരാം. നമ്മുടെ ഓഫ്ലൈൻ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 29-നും ഓൺലൈൻ എക്സാം ഒക്ടോബർ 27-നുമാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സാംസിന് മുന്നോടിയായിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എക്സാംസൊക്കെ എഴുതി നോക്കിയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിൻ്റെ സിലബസ് ആണ്. ഫിസിക്സിലെ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് നോക്കിയിട്ട് പോകേണ്ടത് എന്നുള്ളതാണ് മിസ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കിടക്കുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് എന്താണ് പോസിറ്റീവ് ചാർജ്, എന്താണ് നെഗറ്റീവ് ചാർജ്, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ അതൊന്നും കൂടി റെഫർ ചെയ്ത് അതിൻ്റെ കൂടെ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ളത് കൂടി ഒന്ന് നോക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണെന്നും അതുപോലെ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതൊക്കെ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇലക്ട്രിസിറ്റിയുടെ ഒരു ബേസ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറയുന്ന ചെറിയ ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അതിൽ വരുന്ന ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ധാരണ ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ലൈറ്റാണ്. അപ്പോൾ ലൈറ്റിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റിഫ്ലക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്, മിറേഴ്സിലാണല്ലേ നമുക്ക് റിഫ്ലക്ഷൻ നമ്മൾ പഠിക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്, അതായത് ഏത് ടൈപ്പ് ഓഫ് മിറേഴ്സ് ആണ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ മിറേഴ്സിനെ കുറിച്ചിട്ടൊരു തറോ ഐഡിയ ഉള്ളത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് പാരാമീറ്റേഴ്സ് ഉണ്ടല്ലേ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫോക്കൽ ലെങ്ത്, അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ, അങ്ങനെ കുറേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാരാമീറ്റേഴ്സ് നിങ്ങൾ മിററിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ പാരാമീറ്റേഴ്സ് എന്താണെന്നും അതുപോലെ അവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലേ, റേഡിയസ് ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ നമ്മുടെ ഫോക്കൽ ലെങ്ത്തും തമ്മിലൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ കുറിച്ചിട്ടും, അതുകൂടാതെ നമുക്കറിയാം മിററിൽ എന്ത് ചെയ്യും, ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും. ആ ഇമേജ് ഫോർമേഷനെ കുറിച്ചിട്ടും അതിൻ്റെ മാഗ്നിഫിക്കേഷനെ കുറിച്ചിട്ടും ഒരു ക്ലാരിറ്റി ഉള്ളത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ലൈറ്റിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അത്രേ തന്നെയാണ് ലൈറ്റിൻ്റെ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉള്ളതുള്ളൂ. പിന്നെ നെക്സ്റ്റ് പോകുന്നതാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ഉണ്ടാവും, ദാറ്റ് ഈസ് തെർമോമീറ്റേഴ്സ് അല്ലേ. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താണ്, ലബോറട്ടറി തെർമോമീറ്റർ എന്താണ്, അതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് എന്തായാലും വേണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് പഠിക്കണം. നമ്മൾ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടാവുക, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ആ 3 ടോപ്പിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ ഈ കൺവെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം. പിന്നെ ഇവിടെ വരുന്ന ഏറ്റവും കോമൺ ടോപ്പിക്കാണ് എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ച് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഈസി ടോപ്പിക്കാണ്. ഇനി നമ്മൾ കൈനമാറ്റിക്സ് അല്ലെങ്കിൽ മോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്കൊരു സെഷൻ കവർ ചെയ്യാനുണ്ട്, ദാറ്റ് ഈസ് മോഷൻ ആൻഡ് ടൈം എന്ന് പറയുന്നത്. മോഷൻ ആൻഡ് ടൈം, അതുപോലെ ഫോഴ്സ് ആൻഡ് പ്രഷർ, അതുപോലെ ഫ്രിക്ഷൻ, ആ 3 ടോപ്പിക്സും നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന 3 ടോപ്പിക്സ് ആണ്.
അപ്പോൾ മോഷൻ ആൻഡ് ടൈമിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, അതുപോലെ സ്പീഡ്, വെലോസിറ്റി, ആ 4 പാരാമീറ്റേഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും ഒരു ക്ലാരിറ്റി വരുത്തുക. ബിക്കോസ് കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാഫ് മാത്രം നമ്മൾ പല ഗ്രാഫുകൾ പിന്നീട് പഠിക്കും, പക്ഷേ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ വരുന്നതാണ് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഫോഴ്സ് ആൻഡ് പ്രഷറിൽ നമുക്കറിയാമല്ലേ, ഫോഴ്സ് ആൻഡ് പ്രഷറിൽ ഫോഴ്സ് എന്തായാലും പഠിക്കണം, പ്രഷറും പഠിക്കണം. പക്ഷേ ഫോഴ്സിൽ ഇഫക്ട്സ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. അതുപോലെ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, അതുകൂടാതെ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, ആ ഒരു ധാരണയും നിങ്ങൾക്കുള്ളത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാവുന്നതാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പ്രഷറിലേക്ക് കിടക്കാം. പ്രഷറിൽ നിങ്ങൾ ത്രസ്റ്റ് എന്താണെന്നും പ്രഷർ എന്താണെന്നും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്, ലിക്വിഡ് പ്രഷർ എന്താണെന്നും കൂടി നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഏരിയ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമ്മൾ കോണ്ടാക്ട് ഫോഴ്സിൽ പഠിക്കുന്നതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കണം, എങ്ങനെയാണ് ഫ്രിക്ഷനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്, അങ്ങനത്തെ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ, നിങ്ങൾ റോളിംഗ് ഫ്രിക്ഷനും അതുപോലെ പല ഫ്രിക്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഫ്രിക്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഏതാണെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണം. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഫ്രിക്ഷനിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രിക്ഷൻ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫ്രിക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നാൽ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തല്ലേ. ഇനി പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇഫക്ട്സ്. അതായത് കെമിക്കൽ ഇഫക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ട്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇഫക്റ്റ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നുണ്ട്. ഹീറ്റിംഗ് ഇഫക്റ്റും കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആ 3 ഇഫക്റ്റിനെ കുറിച്ചിട്ടും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേണം. പിന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് മെയിനായിട്ട്. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഇലക്ട്രിക് ബെൽ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. പിന്നെ നമുക്ക് ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ഏതാണെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് വേണം വരാൻ. പിന്നെ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സെഷൻ വൈസ് പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ ലൈറ്റും പിന്നെ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. പിന്നെ മോഷൻ ആൻഡ് ടൈം, ഫോഴ്സ് ആൻഡ് പ്രഷർ, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം പഠിച്ച് നല്ല മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും ഈ എക്സാം ക്വാളിഫൈ ചെയ്ത് നമ്മുടെ ബ്രില്യൻറ്റിലേക്ക് തന്നെ വരണമെന്ന് മിസ് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കുറേ എഴുതി നോക്കി കറക്റ്റ്. നമുക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതി നോക്കിയിട്ട് വേണം നമ്മുടെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ. എല്ലാവർക്കും ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് മിസ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.